പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവരെയും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഷാലേം ഇന്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥന സപ്പോർട്ടുകൾക്കായി ഞങ്ങൾ സ്തോത്രം പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ ശ്രദ്ധാപൂർവം ദൈവസഭയായി പ്രാർത്ഥിച്ചു വരുന്നു. തുടർന്നും വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നിന്നുള്ള ചിന്ത. യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങിപ്പോകുവാൻ തൻ്റെ മരുമകളോട് കൂടെ പുറപ്പെട്ടു. യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ചു. ദൈവമക്കളെ, ദൈവം നമ്മളെ സന്ദർശിക്കുന്ന ഒരു വിധങ്ങളുണ്ട്. ലോക നേതാക്കൾ മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ മുൻകൂട്ടി അതിനുള്ള തയ്യാറെടുപ്പുകൾ അറിയിപ്പുകളൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ കർത്താവ് നമ്മളെ സന്ദർശിക്കുന്നത് ഓരോരുത്തരുടെയും ഉള്ള വ്യക്തിപരമായ അനുഭവത്തിൽ കൂടിയായിരിക്കാം. ഒരുപക്ഷേ ഒരു രോഗത്തിൽ കൂടെയോ അല്ലെങ്കിൽ ക്ഷാമത്തിൽ കൂടെയോ വിവിധമായ പ്രതിസന്ധികളിൽ കൂടെയോ അല്ലെങ്കിൽ ഒരു ദർശനത്തിൽ കൂടെയോ ഒരു പ്രവചന ശബ്ദങ്ങളിൽ കൂടെയോ ഒക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെടാറുണ്ട്, നമ്മളെ സന്ദർശിക്കാറുണ്ട്. എന്നാൽ നമ്മൾ എന്തുമാത്രം അതിനെ തിരിച്ചറിയുന്നു, എന്തുമാത്രം അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നബോമിയെ പറയുകയാണ്, യഹോവ ബേത്ലഹേമിലുള്ള ജനത്തെ സന്ദർശിച്ചവർക്ക് ആഹാരം കൊടുക്കുന്നു. എന്നാൽ ഇതിനു മുൻപ് ഒരു സന്ദർശനം എലിമലേക്കിനും കുടുംബത്തിനും ഉണ്ടായി. ആ ബേത്ലഹേമിൽ ഒരു ക്ഷാമം ഉണ്ടായപ്പോൾ ആ ദൈവത്തിന്റെ സന്ദർശനം എലിമലേക്കും കുടുംബവും തിരിച്ചറിയാതെ അവർ മോവാബ് ദേശത്തേക്ക് പോയി. അത് ദൈവമക്കളെ, ദൈവജനത്തിന്റെ ഇടയിൽ ഒരു ക്ഷാമമോ ഒരു ദൈവിക സന്ദർശനമായ ഇടപെടലുകളോ രോഗമോ ഒക്കെ ഉണ്ടാകുമ്പോൾ അവരെ കൈയൊഴിഞ്ഞ് പോകുന്നതല്ല ദൈവനീതി. അത് ദൈവത്തിന്റെ സന്ദർശനമാണ്, ദൈവത്തിന്റെ ഇടപെടലാണ്. എന്തുമായിക്കൊള്ളട്ടെ, അത് ഓർത്ത് പ്രാർത്ഥിച്ച് അവിടെ ജയമെടുക്കുക എന്നുള്ളതാണ് ഓരോ ദൈവമക്കളുടെയും ഉത്തരവാദിത്വം. എലിമലേക്കും കുടുംബവും അത് മനസ്സിലാക്കാതെ മോവാബ് ദേശത്തേക്ക് പോയത് കൊണ്ട് ആ കുടുംബം മൊത്തം തകർന്നു. എലിമലേക്ക് മരിച്ചു, അവരുടെ 2 പുത്രന്മാർ മരിച്ചു, 3 വിധവമാർ ആ വീട്ടിൽ ശേഷിച്ചു. എന്നാൽ രണ്ടാമത് ദൈവം ബേത്ലഹേമിനെ സന്ദർശിച്ചത് മനസ്സിലാക്കിയ നബോമി ഒരു മടങ്ങിപ്പോരലിന് തീരുമാനമെടുക്കുക. അവളുടെ മരുമകൾ ഓർപ്പ അവളെ ചുംബിച്ച് കരഞ്ഞു വിട്ടു. എന്നാൽ രൂത്ത് അവളോട് പറ്റി നിന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വരുന്നവരാ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എന്നാൽ ഒരു ദൈവിക സന്ദർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, അത് ദർശനത്തിൽ കൂടെയോ പ്രവചന ശബ്ദങ്ങളിൽ കൂടെയോ ദൈവവചന ശുശ്രൂഷയിൽ കൂടെയോ നമ്മളോട് ഇടപെടുമ്പോൾ അനുദപിച്ച് പോകാൻ നമ്മൾ തയ്യാറായാൽ നിശ്ചയമായി നിന്റെ ജീവിതത്തിൽ ഒരു വിടുതലാണ്. അപ്പൊ ദൈവത്തിന്റെ സന്ദർശത്തെ കുറിച്ച് നമ്മൾ അറിയണം. നമ്മൾ അത് അറിഞ്ഞില്ലെങ്കിൽ, ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അവിടെ പറയുന്നത്, അതിന്റെ 43-ാമത്തെ വാക്യം, യെരൂശലേമിനെ കുറിച്ച് കർത്താവ് പറയാണ്, നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞത് കൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് 4 പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. അപ്പൊ സന്ദർശനം നീ അറിയണം. യേശു തമ്പുരാൻ യെരൂശലേമിനെ നോക്കി കരയുകയാണ്. മുകളിൽ വായിക്കുമ്പോൾ അവിടെ സ്തോത്രം ഹല്ലേലൂയ, ആമേൻ,
കഴുതക്കുട്ടിയുടെ പുറത്ത് യേശു തമ്പുരാൻ കയറി വരിക. അത്യുച്ചത്തിൽ ദൈവത്തെ പാടി അവർ സ്തുതിക്കുക. എന്നാൽ യെരൂശലേമിൽ ഉണ്ടാകാൻ പോകുന്ന നാശത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അൽഭയും ഒമേഗയുമാകുന്ന ദൈവം അതിനെ നോക്കി കരയുക. ദൈവമക്കളെ, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? നിന്റെ സന്ദർശന കാലം എന്താണെന്ന് നീ അറിയണം. നീ പ്രാർത്ഥിച്ചാൽ, നീ ദൈവവചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ നാളുകളിൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്, ദൈവം നിന്നോട് വചനത്തിൽ കൂടെ ഇടപെടും, പ്രവാചകന്മാരിൽ കൂടെ ഇടപെടും, അല്ലെങ്കിൽ നിന്നോട് ഒരു ദർശനത്തിൽ കൂടെ ഇടപെടും. അത് മനസ്സിലാക്കി നിന്നെ തന്നെ താഴ്ത്തി നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ദൈവം അതിൽ നിന്ന് നമ്മെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ സന്ദർശന കാലം നമ്മൾ അറിയണം. നമ്മളെ ദൈവം സന്ദർശിക്കുന്നത് ഏത് വിധമാണെന്ന് നമ്മൾക്കറിയത്തില്ല. ഇപ്പോൾ നിന്റെ ജോലിയിലോ ബിസിനസ്സിലോ ആമേൻ തലമുറകളിൽ ഒരു പ്രശ്നം വരുമ്പോൾ അത് പിശാച് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് ആമേൻ ആ വശത്തേക്ക് തിരിയാതെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിലെ കുറവ് കൊണ്ടാണോ അത് വന്നത്? നമ്മുടെ പ്രാർത്ഥനയുടെയോ വചനധ്യാനത്തിലെയോ വേർപാടിന്റെയോ വിശുദ്ധിയുടെയോ ഏതെങ്കിലും വിഷയം കൊണ്ട് വന്നതാണോ? നമ്മൾ ദൈവത്തോടെ കരഞ്ഞ ആ വിഷയം, എന്തുകൊണ്ട് കർത്താവേ എനിക്കത് സംഭവിക്കുന്നു, എന്റെ കുടുംബത്തിൽ അങ്ങനെ വന്നു എന്ന് നമ്മൾ ഓർത്ത് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിന് ദൈവം നമ്മൾക്കൊരു ഗൈഡൻസ് തരും. അത് നമ്മുടെ കുറവുകളാണെങ്കിൽ നമ്മളത് തിരുത്തി ദൈവസന്നിധി നമ്മളെ ഏൽപ്പിച്ചാൽ നമ്മൾ ദൈവിക വിടുതൽ അനുഭവിക്കും. ഹല്ലേലൂയ. നമ്മുടെ സന്ദർശനം നമ്മൾ അറിയണം. ആമോസിന്റെ പുസ്തകം 4-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അതുകൊണ്ട് ഇസ്രായേലെ ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലെ ഞാനിത് നിന്നോട് ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽക്കാൻ ഒരുങ്ങിക്കൊള്ളുക. അവരുടെ മേൽ വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവം പഠിച്ചാൽ 5 വിധത്തിലുള്ള ന്യായവിധികൾ അവരുടെ ഇടയിൽ അയച്ചു. ക്ഷാമം, വരൾച്ച, തുള്ളൻ, മഹാമാരി, ഭയാനകമായ നാശം. ഇങ്ങനെ ദൈവം അവരെ സന്ദർശിച്ചിട്ടും അവർ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞില്ല. ദൈവമക്കളെ, നമ്മൾ പലതും പിശാച് കൊണ്ടുവരുന്നതാ, അല്ലെങ്കിൽ ആഭിചാര ദോഷമാണ്, ആമേൻ, മറ്റുള്ളവരിൽ നിന്ന് വരുന്നതാ. നോ, ചിലത് ദൈവം നമ്മളെ സന്ദർശിക്കുകയാണ്. മറ്റു തരത്തിലും വരാം. എന്നാൽ നമ്മൾ ആ വിഷയത്തിന്റെ നടുവിൽ വില കൊടുത്ത് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കുറവുകളാണെങ്കിൽ നമ്മൾ മടങ്ങി വരണം. നമ്മൾ മടങ്ങി വന്നാലേ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കത്തുള്ളൂ. യോന ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ നിനവയിലേക്ക് പോകാൻ പറഞ്ഞവൻ ആമേൻ തർശീസിലേക്ക് ഓടിപ്പോകുക. അവൻ കയറിയ കപ്പൽ കാറ്റും തിരമാലകളുമായി ആഞ്ഞടിക്കുമ്പോൾ അടിത്തട്ടിൽ പോയി കിടക്കുക യോന. യോനയ്ക്കൊരു കാര്യം അറിയാം, ഈ കാറ്റും തിരമാലയും എല്ലാം ഞാൻ മുഖാന്തരമാ. ഇതിനകത്തുള്ള കപ്പൽ മറ്റുള്ളവരല്ല ഇതിന് ഉത്തരവാദി. അവൻ പറയുക, ഈ തിരമാലയും കാറ്റുമൊക്കെ അടങ്ങണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, എന്നെ എടുത്ത് കടലിൽ ഇടുക. അവനെ വെള്ളത്തിലിട്ടു. അവനെ കടലിൽ എറിഞ്ഞപ്പോൾ കടൽ ശാന്തമായി. അവനെ വിഴുങ്ങുവാൻ ദൈവം ഒരു മത്സ്യത്തോടെ കൽപ്പിച്ചിരുന്നു. ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് യോനയുടെ പുസ്തകം 2-ാം അധ്യായം പ്രാർത്ഥിക്കുകയാണ്. ആമേൻ സ്തോത്രം. അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് അയ്യം വിളിച്ചു പ്രാർത്ഥിച്ചു. ദൈവസന്നിധിയിൽ അവൻ കരഞ്ഞു. നേർന്നിരുന്നത് അവൻ സ്തോത്ര ദൈവത്തോട് പറഞ്ഞു, ഞാനത് നിവർത്തിക്കും. ആമേൻ സ്തോത്ര. അവൻ അങ്ങനെ പ്രാർത്ഥിച്ചു. സമർപ്പിച്ചപ്പോൾ ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് യോനയെ കരയിൽ ശ്രദ്ധിച്ചു. അതേ ദൈവമക്കളെ, പല കാറ്റുകളും പല തിരമാലകളും പല പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മുടെ അനുസരണമില്ലായ്മയാണ്,
നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്താൻ മനസ്സില്ലാതെ നമ്മൾ കിട്ടമുള്ള വഴിയിലേക്ക് നമ്മൾ ഓടുന്നത് കൊണ്ടാണ്. സഹോദര സഹോദരി, പ്രിയ മാതാവേ, പിതാവേ, കുഞ്ഞുങ്ങളെ, ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചിലതൊക്കെ കെട്ടടങ്ങണമെങ്കിൽ ഇത് ദൈവത്തിന്റെ സന്ദർശനമാണെന്ന് മനസ്സിലാക്കി ദൈവവചനത്തിലേക്കും സത്യ ആരാധനയിലേക്കും നീ മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. നീ അങ്ങനെ മടങ്ങി വന്നാൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ വിടുതൽ ഉണ്ടാകത്തുള്ളൂ. Praise the Lord. Hallelujah. Amen. സ്തോത്രം. അതിനാൽ ദൈവമക്കളെ, ദൈവത്തിന്റെ സന്ദർശനം നമ്മൾ അറിയണം. ജോസഫ് തന്റെ മരണസമയത്ത്, ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അതിന്റെ 24-25 വാക്യങ്ങളിൽ മരിക്കാൻ കിടക്കുന്ന ജോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും. ആമേൻ. ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അത്തുകളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. ചുറ്റും നിൽക്കുന്നവർക്കില്ലാത്ത ഒരു വെളിപ്പാട്, ആമേൻ, സ്തോത്രം, വാർദ്ധക്യത്തിൽ മരിക്കാൻ പോകുന്ന ജോസഫിനുണ്ട്. ദൈവം നിങ്ങളെ സന്ദർശിക്കും. അതെ, തലമുറകളോട് എനിക്കും നിങ്ങൾക്കും കൈമാറാൻ ഒരു സന്ദേശം ഉണ്ടാകണം. കർത്താവിന്റെ വരവുണ്ട്. ദൈവം നമ്മളെ സന്ദർശിക്കും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ വെളിപ്പെടും. ആ ദൈവിക സന്ദർശനത്തിന് തലമുറകൾക്ക് ആഹ്വാനം ചെയ്യണം. നമ്മൾ ഒരുങ്ങിയിരിക്കണം. വിശുദ്ധിയിലും വേർപാടിലും നമ്മൾ ഒരുങ്ങിയിരുന്നാൽ ആ സന്ദർശന ദിവസം നമ്മൾക്ക് അവനോട് കൂടെ എടുക്കപ്പെടാൻ കഴിയും. അതിനായി നമ്മുടെ തലമുറകളെ നമ്മൾ സജ്ജമാക്കണം. നമ്മൾക്ക് ലഭിച്ച ആ വെളിപ്പാടുകൾ തലമുറകളിലേക്ക് കൈമാറണം. ആകയാൽ ദൈവത്തിന്റെ സന്ദർശനത്തെ തിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തിലെ കുറവുകളാണെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് കരുണ പ്രാപിക്കുക. ഈ വചനത്തിൽ കൂടെ ഒരു എളിയ സുവിശേഷകന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്റെ കേൾവിക്കാരോട് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം. നിന്റെ ജനത്തെ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സന്ദർശനം തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ മടങ്ങി വരുവാൻ ഞങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കും. ആ മുടിയനായ പുത്രൻ മടങ്ങി വന്നതുപോലെ ഒരു സന്ദർശനം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവമേ, അത് ദൈവിക ഇടപെടലാണെന്ന് മനസ്സിലാക്കി മടങ്ങി വരുവാൻ ഞങ്ങളെ ഏവരെയും ദൈവം സഹായിക്കും. മഹത്വം കർത്താവ് എടുക്കും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആൻഡ് ഗോഡ് ബ്ലസ് യു ഓൾ.